The third term of an arithmetic sequence is 15 and eighth term is 35. What is 13th term? ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ തന്നിട്ടുള്ള ടേംസ് എക്സ് തേർഡ് ടേമും എയ്ത്ത് ടേമുമാണ് അല്ലേ? x3യും x8ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവയുടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x8 മൈനസ് x3. ഇതാണ് x3യുടെയും x8ൻ്റെയും ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസോ. x8ൻ്റെ പൊസിഷൻ 8ഉം x3യുടെ പൊസിഷൻ 3 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 8 മൈനസ് 3. ദാറ്റ് ഈസ് x8 എന്താ? എയ്ത്ത് ടേം അത് 35 ആണ് തന്നിട്ടുണ്ട്. സോ 35 മൈനസ് x3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം അത് എത്രയാണ്? 15 ആണ് തന്നിട്ടുണ്ട് ബൈ 8 മൈനസ് 3. ദാറ്റ് ഈസ് 35 മൈനസ് 15 എത്രയാണ്? 20 ആണ് അല്ലേ? സോ 20 ബൈ 8 മൈനസ് 3 5 ആണ്. അപ്പോൾ 20 ബൈ 5 എത്രയാണ്? 4. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 4. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 13th ടേം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ? അതായത് ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 13th ടേം ആണ്. അതായത് x13 ആണ്. പിന്നെ ഒരു തന്നിട്ടുള്ള ഒരു ടേം എടുക്കാം. ഞാനിവിടെ തേർഡ് ടേമാണ് എടുക്കുന്നത് x3. അപ്പോൾ ഈ രണ്ട് ടേംസും കൂടി ഈ ഇക്വേഷനിലിടാം. അപ്പോൾ x13ൻ്റെയും x3യുടെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x13 മൈനസ് x3 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 4 ആണെന്ന് കിട്ടി ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ. x13ൻ്റെ പൊസിഷൻ 13ഉം x3യുടെ പൊസിഷൻ 3ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 13 മൈനസ് 3. ഓക്കെ, ദറ്റ് ഈസ് x13 മൈനസ് x3 എത്ര? തേർഡ് ടേം അത് 15 ആണ് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 13 മൈനസ് 3 എത്ര? 10 ആണ് അല്ലേ? സോ 4 ഇൻറ്റു 10 ദറ്റ് ഈസ് x13 മൈനസ് 15 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10 40. അപ്പോൾ ഇതിൽ നിന്ന് x13 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 15 ഇവിടെ മൈനസ് ചെയ്തേക്കും അല്ലേ? അപ്പോൾ മൈനസ് 15 ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 15 ആകും. സോ x13 ഈസ് ഈക്വൽ ടു 40 പ്ലസ് 15 അതെത്രയാണ്? 55. അപ്പോൾ 13th ടേം എന്താണ്? 55 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 23rd ടേം? 23rd ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാമല്ലോ അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 23rd ടേം ആണ്. അതായത് x23 ആണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു ടേം തേർഡ് ടേമും എയ്ത്ത് ടേമുമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു ടേം എടുക്കാം. ഞാൻ ഇവിടെ തേർഡ് ടേം x3 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് ടേംസും വെച്ചിട്ട് ഇക്വേഷനിൽ ഇട്ട് നോക്കാം. അപ്പോൾ x23യുടെയും x3യുടെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x23 മൈനസ് x3 ആണ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയല്ലോ 4 ആണ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ. x23യുടെ പൊസിഷൻ 23 ആണ്, x3യുടെ പൊസിഷൻ 3 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 23 മൈനസ് 3 ദാറ്റ് ഈസ് x23 മൈനസ് x3 തേർഡ് ടേം 15 ആണ് അല്ലേ? ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 23 മൈനസ് 3 എത്രയാണ്? 20 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് x23 മൈനസ് 15 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 20 എന്ന് വെച്ചാൽ 80. അപ്പോൾ ഇതിൽ നിന്ന് x23 കാണാം. അതിന് വേണ്ടിയിട്ട് 15 ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ മൈനസ് 15 ഇക്വലിറ്റിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ പ്ലസ് 15 ആകും. സോ x23 ഈസ് ഈക്വൽ ടു 80 പ്ലസ് 15. 80 പ്ലസ് 15 എത്ര? 95 ആണ് അല്ലേ? അപ്പോൾ 23rd ടേം എന്ന് പറയുന്നത് എന്താണ്? 95. ഓക്കെ, the fifth term of an arithmetic sequence is 21 and ninth term is 41. What is its first term? അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം.
കോമൺ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ തന്നിട്ടുള്ള ടേംസ് എന്താ? 5th ടേം അതായത് x5ഉം പിന്നെ 9th ടേം x9ആണ്. അപ്പോൾ ഇവയുടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x9 മൈനസ് x5 ബൈ പൊസിഷൻ ഡിഫറൻസോ x9ൻ്റെ പൊസിഷൻ 9ഉം x5ൻ്റെ പൊസിഷൻ 5ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് 5 ദാറ്റ് ഈസ് x9 എത്രയാണ്? 9th ടേം 41 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 41 മൈനസ് x5 എത്രയാണ്? 5th ടേം അത് 21 ആണ്. സോ 21 ബൈ 9 മൈനസ് 5. അപ്പോൾ 41 മൈനസ് 21 20 ആണല്ലേ. സോ 20 ബൈ 9 മൈനസ് 5 എത്രയാണ്? 4. അപ്പോൾ 20 ബൈ 4 എത്രയാണ്? 5. അപ്പോൾ 5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം ആണ് അല്ലേ. നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസിൽ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. അതായത് ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതൊക്കെ ടേം? ഫസ്റ്റ് ടേം അതായത് x1, പിന്നെ തന്നിട്ടുള്ള ഒരു ടേം. അപ്പോൾ 5th ടേമും 9th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ടേം 5th ടേം എടുക്കാം x5. അപ്പോൾ ഈ രണ്ട് ടേംസും ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ x1ൻ്റെയും x5ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് x1 മൈനസ് x5 ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 5 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x1ൻ്റെ പൊസിഷൻ 1ഉം x5ൻ്റെ പൊസിഷൻ 5ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 1 മൈനസ് 5. ഓക്കെ, ദാറ്റ് ഈസ് x1 മൈനസ് x5 എന്താ? 5th ടേം 21 ആണ് തന്നിട്ടുണ്ട്. 21 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 മൈനസ് 5 എന്താ? 5 മൈനസ് 1 4 ആണ്. അപ്പോൾ 1 മൈനസ് 5 മൈനസ് 4 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് x1 മൈനസ് 21 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 20 ആണ്. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 20. ഓക്കെ, ദാറ്റ് ഈസ് ഇതിൽ നിന്നും നമുക്ക് x1 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 21നെ ഇവിടെ മൈനസ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ മൈനസ് 21നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 21 ആകും. സോ x1 ഇസ് ഈക്വൽ ടു മൈനസ് 20 പ്ലസ് 21. ഓക്കെ, അപ്പോൾ മൈനസ് 20 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 20 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ 21 മൈനസ് 20 ആണ് അല്ലേ. അതായത് 1 ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th ക്ലാസ്സിലേ. അപ്പോൾ മൈനസ് 20 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ 21 മൈനസ് 20 ആണ്. അതത്ര 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 1. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് തേർഡ് ടേം? തേർഡ് ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? തേർഡ് ടേം ആണ്. അതായത് x3 ആണ് അല്ലേ. x3 ആണ്. പിന്നെ ഏതാണ്? പിന്നെ തന്നിട്ടുള്ള ഒരു ടേം എടുക്കുക. അപ്പോൾ ഇതിൽ 5th ടേമും 9th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ 5th ടേം എടുക്കുക, അതായത് x5 നമുക്ക് എടുക്കാം. ഇത് വെച്ചിട്ട് ഇക്വേഷനിൽ ഇട്ട് നോക്കാം. അപ്പോൾ x3യുടെയും x5ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x3 മൈനസ് x5 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് x3യുടെ പൊസിഷൻ 3ഉം x5ൻ്റെ പൊസിഷൻ 5ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 3 മൈനസ് 5 ദാറ്റ് ഈസ് x3 മൈനസ് x5 എത്രയാണ്? 5th ടേം അത് 21 ആണ് തന്നിട്ടുണ്ട്. 21 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 മൈനസ് 5 എത്ര? 5 മൈനസ് 3 2 ആണ്. അപ്പോൾ 3 മൈനസ് 5 മൈനസ് 2 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് x3 മൈനസ് 21 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 10 ആണ്. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 10. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും x3 കാണാം. അതിന് വേണ്ടിയിട്ട് 21 ഇവിടെ മൈനസ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ മൈനസ് 21നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 21 ആകും. സോ x3 ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 21. ദാറ്റ് ഈസ് മൈനസ് 10 പ്ലസ് 21 എന്ന് വെച്ചാൽ എന്താണ്? 21 മൈനസ് 10 ആണ് അല്ലേ. അതായത് 11. ഓക്കെ, അപ്പോൾ തേർഡ് ടേം എന്താണ്? 11.
The fourth term of an arithmetic sequence is 61 and seventh term 31. What is its tenth term? അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ തന്നിട്ടുള്ള ടേം ഏതൊക്കെയാണ്? ഫോർത്ത് ടേം, അതായത് x4ഉം പിന്നെ സെവൻത്ത് ടേം x7ഉം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x7 മൈനസ് x4 ബൈ പൊസിഷൻ ഡിഫറൻസോ x7ൻ്റെ പൊസിഷൻ 7ഉം x4ൻ്റെ പൊസിഷൻ 4ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 4, ദാറ്റ് ഈസ് x7 എത്രയാണ്? സെവൻത്ത് ടേം 31 ആണ് അല്ലേ. സോ 31 മൈനസ് x4 എന്താ? ഫോർത്ത് ടേം, അത് 61 ആണ്, ബൈ 7 മൈനസ് 4. ഇപ്പോൾ 31 മൈനസ് 61 എത്രയാണ്? 61 മൈനസ് 31 30 ആണ്. അപ്പോൾ 31 മൈനസ് 61 എന്ന് പറഞ്ഞാൽ മൈനസ് 30 ആയിരിക്കും, ബൈ 7 മൈനസ് 4 3 ആണ്. അപ്പോൾ മൈനസ് 30 ബൈ 3 എന്ന് വെച്ചാൽ 30 ബൈ 3 10 ആണ്, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 10. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് മൈനസ് 10 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10th ടേം ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 10th ടേം ആണ്. അപ്പോൾ ഒരു ടേം x10ഉം പിന്നെ തന്നിട്ടുള്ള ഒരു ടേം, അപ്പോൾ ഇവിടെ 7th ടേം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ x7. അപ്പോൾ ഈ രണ്ട് ടേം വെച്ചിട്ട് ടേം ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ x10ൻ്റെയും x7ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x10 മൈനസ് x7 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് മൈനസ് 10 ആണ്. സോ മൈനസ് 10 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x10ൻ്റെ പൊസിഷൻ 10ഉം x7ൻ്റെ പൊസിഷൻ 7ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 7, ദാറ്റ് ഈസ് x10 മൈനസ് x7. സെവൻത്ത് ടേം എത്രയാണ്? 31 ആണ് അല്ലേ. ഈസ് ഈക്വൽ ടു മൈനസ് 10 ഇൻറ്റു 10 മൈനസ് 7 എത്രയാണ്? 3. ഓക്കെ, ദാറ്റ് ഈസ് x10 മൈനസ് 31 ഈസ് ഈക്വൽ ടു മൈനസ് 10 ഇൻറ്റു 3 എന്താ? മൈനസ് 30. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x10 കാണാം. അതിന് വേണ്ടിയിട്ട് 31നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ മൈനസ് 31നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 31 ആകും. സോ x10 ഈസ് ഈക്വൽ ടു മൈനസ് 30 പ്ലസ് 31. ദാറ്റ് ഈസ് മൈനസ് 30 പ്ലസ് 31 എന്ന് വെച്ചാൽ എന്താ? മൈനസ് 30 പ്ലസ് 31 എന്ന് വെച്ചാൽ 31 മൈനസ് 30 ആണ് അല്ലേ, അതായത് 1. ഓക്കെ, അപ്പോൾ x10 10th ടേം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേം ആണല്ലേ. അപ്പോൾ ഒരു ടേം ഫസ്റ്റ് ടേം, അതായത് x1, ഒരു ടേം തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടേം. അപ്പോൾ ഇതിൽ ഫോർത്ത് ടേം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ടേം x4ഉം എടുക്കാം. അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. x1ൻ്റെയും x4ൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x1 മൈനസ് x4 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്രയാണ്? മൈനസ് 10 ആണ് അല്ലേ. സോ മൈനസ് 10 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x1ൻ്റെ പൊസിഷൻ 1ഉം x4ൻ്റെ പൊസിഷൻ 4ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 1 മൈനസ് 4, ദാറ്റ് ഈസ് x1 മൈനസ് x4 എത്രയാണ്? ഫോർത്ത് ടേം, അത് 61 ആണ് അല്ലേ. സോ 61 ഈസ് ഈക്വൽ ടു മൈനസ് 10 ഇൻറ്റു 1 മൈനസ് 4 എന്താ? 4 മൈനസ് 1 3 ആണ്. അപ്പോൾ 1 മൈനസ് 4 മൈനസ് 3 ആയിരിക്കും. സോ x1 മൈനസ് 61 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 30 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, അപ്പം പ്ലസ് 30. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x1 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 61 ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ മൈനസ് 61നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 61 ആകും. സോ x1 ഈസ് ഈക്വൽ ടു 30 പ്ലസ് 61. അത് എത്രയാണ്? 91 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 91. The fifth term of an arithmetic sequence is 10 and 10th term is 5. What is 15th term?
ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇപ്പോൾ തന്നിട്ടുള്ള ടേംസ് ഏതാണ്? ഫിഫ്ത്ത് ടേം x5 ആണ്, പിന്നെ 10th ടേം x10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x10 മൈനസ് x5 ബൈ പൊസിഷൻ ഡിഫറൻസോ x10ൻ്റെ പൊസിഷൻ 10ഉം x5ൻ്റെ പൊസിഷൻ 5ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 5, ദാറ്റ് ഈസ് x10 എന്താ 10th ടേം 5 ആണെന്ന് തന്നിട്ടുണ്ട്, മൈനസ് x5ഓ ഫിഫ്ത്ത് ടേം അത് 10 ആണെന്ന് തന്നിട്ടുണ്ട്, മൈനസ് 10 മൈനസ് 5, ദാറ്റ് ഈസ് 5 മൈനസ് 10 എന്താ? 10 മൈനസ് 5 5 ആണ്. അപ്പോൾ 5 മൈനസ് 10 മൈനസ് 5 ആയിരിക്കും, ബൈ 10 മൈനസ് 5 എന്താ 5. അപ്പോൾ 5 ബൈ 5 1 ആണ്, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -1. അപ്പോൾ -1 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് 15th ടേം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ്, അതായത് ടേം ഡിഫറൻസ് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15th ടേം ആണ് അല്ലേ, അതായത് x15 ആണ്. പിന്നെ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടേം, അപ്പോൾ ഇതിൽ 10th ടേം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ x10. ഈ രണ്ട് ടേം വെച്ചിട്ട് ഇക്വേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ x15ൻ്റെയും x10ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x15 മൈനസ് x10 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എന്താ -1 ആണ്, ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x15ൻ്റെ പൊസിഷൻ 15ഉം x10ൻ്റെ പൊസിഷൻ 10ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 15 മൈനസ് 10, ദാറ്റ് ഈസ് x15 മൈനസ് x10 എന്താ 10th ടേം അത് 5 ആണല്ലേ, ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 15 മൈനസ് 10 എന്താ 5 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് x15 മൈനസ് 5 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 5 5 ആണ്, പിന്നെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -5. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും x15 കാണാം. അതിന് വേണ്ടിയിട്ട് 5നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, ഇപ്പോൾ -5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +5 ആകും. സോ x15 ഈസ് ഈക്വൽ ടു -5 + 5. സോ x15 ഈസ് ഈക്വൽ ടു -5 + 5. -5 + 5 എന്ന് വെച്ചാൽ 0. അപ്പോൾ 15th ടേം എന്താണ്? 0. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 25th ടേം? അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ് അല്ലേ. അപ്പോൾ ഒരു ടേം x25 25th ടേം, അടുത്തത് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടേം, അപ്പോൾ 10th ടേം തന്നിട്ടില്ലല്ലോ, അപ്പോൾ x10 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്താണ്? അതാണ് ടേം ഡിഫറൻസ്, അതായത് x25 മൈനസ് x10 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള -1 ആണ് അല്ലേ. സോ -1 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസോ x25ൻ്റെ പൊസിഷൻ 25ഉം x10ൻ്റെ പൊസിഷൻ 10ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 25 മൈനസ് 10, ദാറ്റ് ഈസ് x25 മൈനസ് x10 എത്രയാണ്? 10th ടേം അത് 5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 25 മൈനസ് 10 എത്ര? 15, ദാറ്റ് ഈസ് x25 മൈനസ് 5 ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 15 എന്താ? -15. ഇതിൽ നിന്ന് x25 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, -5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +5 ആകും. സോ x25 ഈസ് ഈക്വൽ ടു -15 + 5. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാണ്? -15 + 5 എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് -x + y എന്ന് പറഞ്ഞാൽ y മൈനസ് x ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? -15 + 5 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 15 ആണ്. അതെത്രയാണ്? 15 മൈനസ് 5 10 ആണ്. അപ്പോൾ 5 മൈനസ് 15 -10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ -10 ആണ് ആൻസർ. അപ്പോൾ 25th ടേം എന്താണ്? -10.